ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേരൻസ് കുട്ടികളെ 10th അല്ലെങ്കിൽ 12th ഒക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഹോബീസും അവരുടെ പാഷൻസും എല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത പോലെ അങ്ങ് നിർത്തിക്കളയും. അപ്പോൾ ചില പിള്ളേർക്ക് ഭയങ്കര പാഷനായിരിക്കും ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നതോ പാട്ടോ ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഹോബീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗിറ്റാർ വായിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവർ 10th or 12th ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ചേർന്ന് വീട്ടിലേക്ക് നിന്ന് മാറി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ നെഗറ്റീവ് ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അഥവാ നമ്മൾ അഡിക്ഷൻസ് എന്ന് പറയും, അതായത് സ്മോക്കിങ് അല്ലെങ്കിൽ മദ്യപിക്കുക, ഡ്രഗ് അഡിക്ഷൻ, ഇതിലൊക്കെ പോകാനൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പോസിറ്റീവ് ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ദോഷമൊന്നുമില്ലാത്ത ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നമ്മളായിട്ട് അത് ഒരു കാരണവശാലും 10th ആയി 12th ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താതിരിക്കുക. രണ്ടാമതൊരു കാര്യം, അവർ ഈ ഹോബീസൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർ പൊതുവെ റിലാക്സും ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനം കുറച്ചുകൂടി ബെറ്ററായിട്ടും അവരുടെ റിസൾട്ട് കൂടുതൽ ബെറ്റർ ആവാനുമാണ് സാധ്യത.